ഹായ്, ക്വസ്റ്റ്യൻ നമ്പർ 7, അതായത് സെക്ഷൻ 2-ല് ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസർ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? കൺസിഡർ എ സിസ്റ്റം ഓഫ് 3 കണക്റ്റഡ് സ്ട്രിങ്സ് S1, S2 and S3 with uniform linear mass densities mu kilogram per meter, 4 mu kilogram per meter and 16 kilogram mu kilogram per meter respectively. അപ്പോൾ ഡയഗ്രത്തിൽ ക്ലിയർ ആണ്. ദാ ഇവിടെ ഇതൊരു ഒരു സ്ട്രിങ് ആണ്, ദ അനദർ സ്ട്രിങ് ആൻഡ് ദിസ് ഈസ് ദ തേർഡ് സ്ട്രിങ്. യെസ്, ആസ് ഷോൺ ഇൻ ഫിഗർ. S1, S2 ആർ കണക്റ്റഡ് ടു ദ പോയിന്റ് P. S1, S2 ദ Pയിൽ കണക്റ്റഡ് ആണ്. ദെൻ S2 ആൻഡ് S3 കണക്റ്റഡ് അറ്റ് Q. യെസ്, ഇവിടെ P ഉണ്ട്, ഇവിടെ Q ഉണ്ട്. റെഡി? യെസ്. എന്നിട്ടോ and the other end of the S3 is connected to the wall. ഡയഗ്രത്തിൽ ക്ലിയർ ആണ്. A wave generator O is connected to the free end of S1. ഇവിടെ ഒരു വേവ് ജനറേറ്റർ ആണ്, അപ്പോൾ അവിടെ വേവ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. The wave from the generator is represented by y is equal to y naught cos omega t minus kx. അപ്പോൾ ഒമേഗ ടി കെക്സ് ഡിഫറൻറ്റ് സൈൻ ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലേക്ക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. റെഡി? വൈ നോട്ട് ഒമേഗ കെ ആർ കോൺസ്റ്റൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഡയമെൻഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? അപ്പോൾ ക്വസ്റ്റൻ എന്താ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞത്? വെൻ ദ വേവ് റിഫ്ലെക്ട്സ് ഫ്രം പി ഫോർ ദ ഫസ്റ്റ് ടൈം, ഓക്കെ, ദ റിഫ്ലക്റ്റഡ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ this equation. That's a simple one. ഓക്കെ, നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് തന്ന ഇക്വേഷൻ നോക്കാം. y ഈക്വൽ y നോട്ട് കോസ് ഒമേഗ ടി മൈനസ് കെക്സ്. y ഈക്വൽ ടു y നോട്ട് കോസ് ഒമേഗ ടി മൈനസ് കെക്സ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. ഇതോടെ പെട്ടിയിലിരിക്കട്ടെ. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതെന്താ? അത് മ്യൂ, ഇത് മ്യൂ ആണെങ്കിൽ ഇത് 4 മ്യൂ ആണ്, ഇത് 16 മ്യൂ ആണ്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്കറിയാം. ചെക്ക് ചെയ്യാം. ആദ്യത്തെ കാര്യം, ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഡെൻസർ മീഡിയ ആണ്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ഉണ്ട്, പ്ലസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഞാനതിനെ y1 എന്ന് കൊടുക്കുകയാണ്. y1 ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞ ഇക്വേഷൻ? ആൽഫ 1 y നോട്ട്. ആ ഇക്വേഷൻ ഇവിടെ എഴുതാം. ആൽഫ 1 y നോട്ട് കോസ് ഒമേഗ ടി പ്ലസ് കെക്സ് പ്ലസ് പൈ ആണല്ലോ. യെസ്, നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പോൾ കോസ് ഒമേഗ ടി പ്ലസ് കെക്സ്, കാരണം രണ്ടും സെയിം സൈൻ ആണ്, അപ്പോൾ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലേക്കാണ് വരുന്നത്. അത് കറക്റ്റ് ആണ്. ദെൻ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, 180 ഡിഗ്രി പൈ ഫേസ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ദിസ് സൗണ്ട് ഗുഡ്, ദിസ് ഈസ് ഓക്കെ, ഫൈൻ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ കറക്റ്റ്. ആൽഫ 1 ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. എ കറക്റ്റ് ആണ്. ഇനി ബിയിലേക്ക് പോവാം. വെൻ ദ വേവ് ട്രാൻസ്മിറ്റ്സ് ത്രൂ പി ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, ഇവിടുന്ന് റിഫ്ലക്ഷൻ മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ദ ട്രാൻസ്മിറ്റഡ് വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ, ഈ ഫസ്റ്റ് ടൈം എന്നൊക്കെ പറയാൻ കാരണം എന്താ അറിയോ? ഇവിടെ മാത്രമല്ല, ഇവിടെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള വേവ് ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരും. മനസ്സിലായോ? അപ്പൊ ഇതിലൂടെ ഫസ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നതാണിത്. ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നതോ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നതോ ഒക്കെ വീണ്ടും അതിലൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. When the wave transmitted through P first time, the transmitted wave is represented by, ട്രാൻസ്മിറ്റഡ് വേവ് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഡിറക്ഷൻ ഓക്കെ ആണ്, ഒമേഗ ടി മൈനസ് കെക്സ്, അത് റെഡിയാണ്. പക്ഷേ പ്രശ്നം കെന്റെ വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യണം. കെന്റെ വാല്യൂ എങ്ങനെ ചെക്ക് ചെയ്യാം? കെന്റെ വാല്യൂ ചെക്ക് ചെയ്യല് v is equal to ഒമേഗ ബൈ കെ ആൻഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ്. ടി ബൈ മ്യൂ സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ടെൻഷൻ അവിടെ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് മനസ്സിലായി, സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട്. അപ്പോൾ മ്യൂ ആണ് ഡിഫറൻസ് ഉള്ളത്, മ്യൂ.
അപ്പോൾ k is equal to omega into root of mu by t ആണ്, mu by t, or k proportional to root mu ആണ്, root mu. അപ്പോൾ ഇവിടെ k ഇതിനെ നമുക്ക് k2 എന്ന് വിളിക്കാം, k2. അപ്പോൾ k2 is equal to k1-നേറ്റ് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം, k2 divided by k, that is equal to root of 4 mu divided by mu ആണ്, that is equal to 2. അപ്പോൾ k2 എന്ന് പറഞ്ഞാൽ അത് 2k ആണ്, 2k. therefore അവിടെ നമുക്ക് ഇക്വേഷൻ y2 is equal to alpha 2 y0 കറക്റ്റ് into cos omega t minus 2kx എന്നാണ് കിട്ടേണ്ടത്. അവിടെ എന്തേ ഉള്ളൂ, അവിടെ kx ഉള്ളൂ. here only kx is there, therefore this is a wrong answer. എന്താണ് തെറ്റ്, ഇവിടെ k കണ്ടാൽ ഇത് നമുക്ക് ശരിയാണെന്ന് ആദ്യം തോന്നും, പക്ഷെ അതിനാണ് നമുക്ക് ഈ വാല്യൂ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ k ആണ് അവിടെ മാറുന്നത്, k മാറുന്നുണ്ട്, therefore that is wrong answer. യെസ്, അപ്പൊ കറക്റ്റ് ഏതാ കിട്ടുക, നമുക്ക് ഈ ഇക്വേഷൻ ആണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. യെസ്, അടുത്ത് നോക്കാം. when the wave reflects from q, ഓക്കെ, ക്യൂയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. for first time the reflected wave is represented by this one, alpha 3 positive constant. അപ്പോൾ alpha 3 y0 ഓക്കെയാണ്, cos omega t minus kx എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടല്ലേ പോണത്. മാത്രല്ല kന്റെ വാല്യൂലും പ്രശ്നമുണ്ട്, kന്റെ വാല്യൂ പ്രശ്നമുണ്ട്, 180 ഡിഗ്രി ഇതൊക്കെ. ദാറ്റ് ഈസ് ആൾസോ റോങ് ആൻസർ. ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാതെ തന്നെ തെറ്റാണെന്ന് പറയാം അല്ലേ, കാരണം ഇവിടെ kന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്, മാത്രമല്ല അത് ഇവിടെ പ്ലസ് ആവണം, ഇവിടെ പ്ലസ് ആവണം, അപ്പോൾ അതും തെറ്റാണ്. വാട്ട് അബൌട്ട് ഓപ്ഷൻ ഡി, വെൻ ദ വേവ് ട്രാൻസ്മിറ്റ് ത്രൂ ക്യൂയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു, ഫസ്റ്റ് ടൈം ട്രാൻസ്മിറ്റഡ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ, ഓക്കെ, ട്രാൻസ്മിറ്റഡ് മൈനസ് ആണ് രണ്ടും, അതുകൊണ്ട് അങ്ങോട്ടാണ്, ആ പാർട്ട് ഓക്കെ. ദെൻ 4k കറക്റ്റ് ആണോ, ഇവിടെ 16 mu ആണ്, 16 mu ആകുമ്പോൾ അത് റെഡി ആവുമല്ലോ, കാരണം k3 ഡിവൈഡഡ് ബൈ k is equal to root of 16 mu divided by mu ആണ്, that is equal to 4. അപ്പോൾ k3 is equal to 4k ആണ്, k3 is 4k, therefore omega t minus 4kx, perfect. Option D is also correct. A and D are the right answers.